തൃശൂരിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ DCC ഓഫീസിന് മുന്നിൽ വീണ്ടും പോസ്റ്റർ. അനിലക്കര, MP വിൻസെന്റ് തുടങ്ങിയവർക്കെതിരെയാണ് പോസ്റ്റർ. ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്നും പോസ്റ്ററിൽ ആവശ്യം. തുടർച്ചയായ മൂന്നാം ദിവസമാണ് തൃശൂർ DCCക്ക് മുന്നിൽ പോസ്റ്റർ പ്രതിഷേധം. വിശദാംശങ്ങൾ തൃശൂരിൽ നിന്ന് ലെവിൻ K. വിജയൻ നൽകും. ലെവിൻ, തൃശൂരിൽ K. മുരളീധരനേറ്റ കടുത്ത തോൽവിയിൽ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അതിന് തൃശ്ശൂരിലെ UDF പരാജയം UDF കോൺഗ്രസ് സംവിധാനത്തെ തന്നെ ആകെ പിടിച്ചുലച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുക. തുടർച്ചയായ മൂന്നാം ദിവസവും നേതാക്കൾക്കെതിരെ പരസ്യമായ പ്രതിഷേധം ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ നിന്ന് ഉണ്ടാകുന്നു. തൃശ്ശൂരിൽ DCC ഓഫീസിന് മുന്നിൽ ഇത് മൂന്നാം തവണയാണ് ഇന്ന് നേതാക്കൾക്കെതിരായിട്ടുള്ള പരസ്യ പോസ്റ്റർ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ നിന്നുള്ള DCC പ്രസിഡന്റും TN പ്രതാപൻ MPക്കുമെതിരെയായിരുന്നു പോസ്റ്റർ പ്രചാരണമെങ്കിൽ ഇന്ന് വന്നിരിക്കുന്ന പോസ്റ്ററിൽ, ഇന്ന് ഒട്ടിച്ചിരിക്കുന്ന പോസ്റ്ററിൽ മുൻ DCC അധ്യക്ഷൻ MP വിൻസെന്റ്, ജില്ലയിൽ നിന്നുള്ള പ്രധാനപ്പെട്ട നേതാവായിട്ടുള്ള അനിലക്കര തുടങ്ങിയവർക്കെതിരെയാണ് പോസ്റ്ററിൽ പ്രചാരണം ഉണ്ടായിരിക്കുന്നത്. അനിലക്കര BJPയിൽ നിന്ന് പണം വാങ്ങിയെന്ന് പോസ്റ്ററിൽ ആരോപിക്കുന്നു. K. മുരളീധരന്റെ പോസ്റ്ററുകളും ഫ്ലെക്സുകളും അനിൽ അക്കര മുക്കി. പണം വാങ്ങി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാണ് MP വിൻസെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയെ സഹായിച്ചത്. MP വിൻസെന്റ് അടക്കമുള്ള നേതാക്കൾ ഒറ്റുകാരാണ്, ഇരുവരെയും പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം തുടങ്ങി നിരവധി പ്രചാരണങ്ങളാണ് പോസ്റ്ററിൽ ഉണ്ടായിരിക്കുന്നത്. ഇരു നേതാക്കൾക്കുമെതിരെ നിരവധി ആരോപണങ്ങളും പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രതികരണം നടത്താൻ ഇതുവരെയും നേതാക്കൾ ആരും തയ്യാറായിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലും ഇത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പോസ്റ്ററുകൾ DCC പ്രസിഡന്റിന്റെയും TN പ്രതാപനെതിരെയും ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലയിൽ പരസ്യമായിട്ടുള്ള പ്രതികരണം നടത്തി. K. മുരളീധരന്റെ പരാജയം ജില്ലയിലെ UDF സംവിധാനങ്ങളെ ആകെ തകർത്ത് കളഞ്ഞിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. ഔദ്യോഗികമായ പല പ്രതികരണങ്ങൾ നടത്താനും നേതാക്കൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. KPCCയുടെ അടക്കം കർശന നിർദ്ദേശങ്ങൾ ഉള്ള ഒരു സാഹചര്യത്തിൽ ഇത് സംബന്ധിച്ചും പ്രതിഷേധങ്ങൾ സംബന്ധിച്ചും ജില്ലയിലെ UDFനേറ്റ കനത്ത പരാജയം സംബന്ധിച്ചും നേതാക്കൾ മൗനം പാലിക്കുകയാണ്. അതിനിടയിലാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങൾ തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇസ്മായിൽ അറക്കൽ എന്ന കോൺഗ്രസ് പ്രവർത്തകനായിട്ടുള്ള ആൾ DCC ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്നു കൊണ്ട് പരസ്യ പ്രതിഷേധം നടത്തിയിരുന്നു. വരുന്ന ദിവസങ്ങളിലും ഇത്തരത്തിലുള്ള സമാനമായ പ്രതിഷേധങ്ങൾക്ക് ജില്ലയിൽ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ അച്ചടക്കം പാലിക്കണമെന്നുള്ള നിർദ്ദേശം KPCCയുടെ ഭാഗത്തു നിന്നും മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്നും തൃശൂർ ജില്ലയിലെ പ്രവർത്തകർക്ക് നൽകിയിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിഷേധങ്ങളെ വകവയ്ക്കേണ്ട എന്നുള്ളൊരു ആദ്യഘട്ട നിലപാടാണ് DCC നേതൃത്വം സ്വീകരിക്കുന്നത്. ലെവിൻ സൂചിപ്പിച്ചതുപോലെ ഇത് മൂന്നാം ദിവസമാണ് ഈ പോസ്റ്റർ പ്രതിഷേധം തുടരുന്നത്. ലെവിൻ, ഈ പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെയുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധത്തെ എത്തരത്തിലാണ് ഈ കോൺഗ്രസ് നേതൃത്വം പ്രതിരോധിക്കുന്നത്? ജില്ലയിലെ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പുകളുടെ കൂടി ഇടപെടൽ ഈ പ്രതിഷേധങ്ങൾക്ക് പിന്നിലുണ്ട് എന്നുള്ളതാണ്. കാരണം അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ ദിവസങ്ങളിൽ DCC പ്രസിഡന്റിനും TN പ്രതാപൻ MPക്കുമെതിരെയാണ് ആദ്യ 2 ദിവസങ്ങളിൽ പ്രതിഷേധങ്ങൾ ഉണ്ടായത്. എന്നാൽ ഇന്ന് പോസ്റ്ററിൽ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അനിലക്കര, MP വിൻസെന്റ് തുടങ്ങിയ ആളുകൾക്കെതിരെ പോസ്റ്റർ പ്രചരണങ്ങൾ ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നില്ല. ഇന്ന് അവർക്കെതിരെ കൂടി പോസ്റ്റർ വരുന്നത് കൃത്യമായ പ്ലാനിങ്ങോടുകൂടി വിവിധ ഗ്രൂപ്പുകൾ തമ്മിലുള്ള ചേരിപ്പോരിന്റെ കൂടി ഒരു ഉദാഹരണമായി നമുക്ക് ചൂണ്ടിക്കാട്ടാം. ഏതായാലും ഇത്തരത്തിലുള്ള പോസ്റ്റർ പ്രചരണങ്ങൾ തുടർന്നാൽ, അല്ലെങ്കിൽ പരസ്യ പ്രചരണങ്ങളിലേക്ക് അത് വഴിമാറിയാൽ ജില്ലയിലെ കോൺഗ്രസ് സംവിധാനത്തിന് തന്നെ അത് തിരിച്ചടി ഉണ്ടാക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുതിർന്ന നേതാവ് തേറമ്പിൽ രാമകൃഷ്ണൻ നമ്മളോട് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ഈ ആരോഗ്യകരമായിട്ടുള്ള ഒരു സംവിധാനത്തിലൂടെ കോൺഗ്രസിന് പോകാൻ സാധിച്ചില്ലെങ്കിൽ പരസ്യ പ്രതികരണങ്ങൾ പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും. തോൽവിയെക്കുറിച്ച് കൃത്യമായി പരിശോധിക്കുക, അതിനു വേണ്ട നടപടികൾ കൈക്കൊള്ളുക എന്നുള്ളതിന് പകരം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങളിലൂടെ ഏതെങ്കിലും തരത്തിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് പരിഹാസത്തിനുള്ള ഇട നൽകുകയല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല, മറ്റൊന്നും അതുകൊണ്ട് സാധിക്കില്ല എന്നുള്ളതും തേറമ്പിൽ രാമകൃഷ്ണൻ നമ്മളോട് പറഞ്ഞു. ഓയിൻമെന്റ് പുരട്ടി പരിഹരിക്കാൻ സാധിക്കുന്ന ഒരു പ്രശ്നമല്ല ജില്ലയിലെ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ പരിശോധനകളും നടപടികളുമാണ് ആവശ്യമെന്നുള്ളൊരു പൊതുവികാരമാണ് അദ്ദേഹം ഉയർത്തിയത്. ഇതേ വികാരം തന്നെയാണ് ജില്ലയിലെ ഭൂരിഭാഗം കോൺഗ്രസ് പ്രവർത്തകരിലും ഉള്ളത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു പരിശോധനകളിലേക്കും കണക്കുകളിലേക്കും ഒക്കെ ഈ ജില്ലയിലെ കോൺഗ്രസോ അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലുള്ള UDF നേതാക്കന്മാരോ കടന്നതായിട്ടുള്ള അറിവുകളില്ല. പരിശോധിക്കും, തോൽവികളെ കുറിച്ച് പരിശോധിക്കുമെന്നല്ലാതെ
കൃത്യമായ ഒരു തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണം നൽകാൻ KPCC നേതൃത്വമോ പ്രതിപക്ഷ നേതാവോ അടക്കമുള്ള നേതാക്കളോ ഇതുവരെ തയ്യാറായിട്ടില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള പരസ്യമായിട്ടുള്ള പോസ്റ്റർ പ്രതിഷേധമടക്കം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതും എന്നുള്ളതും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഏതായാലും ജില്ലയിലെ UDF കോൺഗ്രസ് സംവിധാനങ്ങളെയെല്ലാം ഈ തോൽവി വലിയ തോതിൽ ബാധിച്ചു. അതിന്റെ അലയൊലികൾ വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കുക. ശരി, അത്തരത്തിൽ തൃശ്ശൂരിൽ പാർട്ടിക്കേറ്റ കനത്ത പരാജയത്തിൽ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ DCC ഓഫീസിന് മുന്നിൽ വീണ്ടും പോസ്റ്റർ പതിപ്പിച്ചിരിക്കുകയാണ്. അനിൽ അക്കര, MP വിൻസെന്റ് എന്നിവരെ പുറത്താക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടാണ് ഈ പോസ്റ്റർ പ്രതിഷേധം. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K. വിജയൻ.